ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരിക്കുന്നതിന് മുമ്പേ ഞാൻ യേശുവിനെ പോയി കാണും. മരിക്കും മുമ്പേ ഞാൻ യൗസേപ്പിനെ പോയി കാണും. മരിക്കും മുമ്പേ ഞാൻ യേശുവിനെ കാണും. മരണത്തിന് മുമ്പ് തീർച്ചയായും യേശുവിനെ കണ്ടെത്തണം. വൈകരുത്, ഒരിക്കലും വൈകരുത്. മരിക്കുന്നതിന് മുമ്പ് യേശുവുമായി കണ്ടുമുട്ടണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഉൽപ്പത്തി 27-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കാം. ഇസഹാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണു കാണുവാൻ വഹിയാതവണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട് മകനേ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പനായ ഇസ്ഹാക്ക് മകനായ ഏശാവിനോട് പറയുകയാണ്, മോനെ, ഞാൻ മരിക്കാറായിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ നിന്നെ എനിക്ക് അനുഗ്രഹിക്കണമെന്നുണ്ട്. എൻ്റെ അനുഗ്രഹം, പൈതൃക അനുഗ്രഹം, അത് നിനക്ക് തരണമെന്നുണ്ട്. അതിന് എനിക്ക് രുചികരമായ ഭക്ഷണം നീ ഉണ്ടാക്കിക്കൊണ്ട് വരിക. നീ വേട്ടയാടുന്നതിന് സമർത്ഥനാണല്ലോ. കാട്ടുമൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടുവന്ന് രുചികരമായ ആഹാരം ഉണ്ടാക്കുന്ന നിനക്കറിയാമല്ലോ. നീ എനിക്ക് രുചികരമായ ആഹാരം കൊണ്ടുവന്ന് തരിക. ഞാൻ മരിക്കും മുമ്പേ അത് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് രുചികരമായ ഭക്ഷണം കൊണ്ടു തരിക. ദൈവത്തിന് സ്തോത്രം. മരിക്കും മുമ്പേ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. മരിക്കും മുൻപേ. പ്രിയപ്പെട്ടവരെ, അതല്പം പരുത്തി പറയേണ്ട വിഷയമാണ്. അനേകരും പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഗവനിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. ആണോ? ദോഷമാണത്, വലിയ ദോഷമാണ്. മരിക്കും മുൻപേ അപ്പൻ്റെ അനുഗ്രഹം, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. മരിക്കും മുമ്പേ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ വാങ്ങിക്കൊള്ളണം. ആ പൂർവീക പിതാക്കന്മാരുടെ അനുഗ്രഹം നാം വാങ്ങിക്കൊള്ളണം. പൂർവ്വപിതാക്കന്മാരുടെ ഉള്ളത്തെ വേദനിപ്പിക്കരുത്. നമ്മൾ മാതാപിതാക്കളുടെ ഉള്ളത്തെ നൊമ്പരപ്പെടുത്തരുത്. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവരൊരു പക്ഷേ നമ്മളെപ്പോലെ ബുദ്ധികളിലായിരിക്കും. പ്രായമായപ്പോൾ അവരുടെ കഴിവ് കുറഞ്ഞ് കാണും, ഓർമ്മയിലായിരിക്കും, ചിലപ്പോൾ പ്രാപ്തിയിലായിരിക്കും, ചിലപ്പോൾ ഒന്ന് കയ്യിൽ പിടിക്കേണ്ടി വരികയായിരിക്കും, താങ്ങി കൊടുക്കേണ്ടി വരികയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ വേച്ച് പോകുമ്പോൾ ചാടി പിടിക്കണമായിരിക്കും. ചിലപ്പോൾ അവർക്ക് രുചികരമായ വിഭവങ്ങൾ എന്തെങ്കിലും വേണോ അത് കൊടുക്കണമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മരിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം എടുക്കൂ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കൂ. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു. അഹങ്കാരം പിടിച്ചിരിക്കുന്നു. മക്കൾക്ക് അഹങ്കാരം. അപ്പനെ ആദരിക്കുന്നില്ല, അമ്മയെ അനുസരിക്കുന്നില്ല. അമ്മയും അപ്പനെയും അവരെ പുച്ഛത്തോടെ കാണുന്നു. അപ്പൻ എന്നെ അറിയാം, ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചു, കുറച്ച് സയൻസും പഠിച്ചു, കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ചു. അപ്പൻ എന്നെ 4 ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. അപ്പൻ എന്നെ അറിയാം. അപ്പനെ പുച്ഛിക്കുന്നു. അമ്മ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ട, അമ്മ അവിടെ പറയൽ മുറിയിലെങ്ങും പോയിരുന്നോ. ഇങ്ങനെ ചിന്തിക്കുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. ഇപ്പോൾ നിങ്ങളുടെ ചിലരുടെ ഉള്ളിൽ ചെറിയൊരു വേദന വരുന്നുണ്ട്. അപ്പൻ അങ്ങ് മരിച്ചു പോയല്ലോ, ഇനി എങ്ങനെ അനുഗ്രഹം വാങ്ങും? അമ്മ അങ്ങ് കടന്നു പോയല്ലോ, ഇനി എങ്ങനെ അനുഗ്രഹം വാങ്ങും? മക്കളെ, നിങ്ങളിരുന്ന് കരയുക. ദൈവത്തിൻ്റെ ഇരുന്ന് കരയുക, അനുദപിക്കുക. കർത്താവേ, തെറ്റ് പറ്റിപ്പോയി. വേണ്ടതുപോലെ അപ്പനെ ഞാൻ ആദരിച്ചില്ല, അപ്പനെ ഞാൻ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല, അപ്പനെ വേണ്ടതുപോലെ സ്നേഹിച്ചില്ല, കരുതിയില്ല, അമ്മയെ ഞാൻ വേണ്ടതുപോലെ ഗവനിച്ചില്ല. തെറ്റ് പറ്റിപ്പോയി കർത്താവേ. നിങ്ങൾ ദൈവത്തോട് ഇരുന്ന് കരഞ്ഞ് പറയണം. വീണ്ടും വായിക്കാം, 17-ാം വാക്യം വായിക്കാം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എന്താണ് പറഞ്ഞത്? കഴിയും കുഞ്ഞുങ്ങളും തോട്ടരികത്തെ കാക്കയും പിശാച് ദുരാത്മാക്കളുടെ പ്രതീകമാണ്. ദുരാത്മാക്കൾ അവരെ ഉപദ്രവിക്കും. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കഴിയും കുഞ്ഞുങ്ങൾ, തോട്ടരികത്തെ കാക്ക, ദുരാത്മാക്കൾ, ഭീകര വേതാള കേളികൾ അവരെ ഉപദ്രവിക്കും. പിശാചുക്കൾ, പ്രേതബാധകൾ എല്ലാവരും ഉപദ്രവിക്കും. അപ്പനെ ശപിക്കരുത്, അപ്പനെ പിരാകരുത്. അമ്മയെ ശപിക്കരുത്, അമ്മയെ പിരാകരുത്. അമ്മയ്ക്ക് വേദന വരുന്നൊരു വാക്ക് മിണ്ടിപ്പോവരുത്.
അമ്മയ്ക്ക് അപ്പനും ദുഃഖം വരുന്നൊരു വാക്ക് മിണ്ടിപ്പോകരുത്, പറയരുത്, ഉള്ളിൽ തോന്നുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ശിക്ഷ വരും, നിങ്ങൾ മനസ്സിലാക്കൂ. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 6:1 എഫേസ്യർ 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും, നിനക്ക് ഭൂമിയിൽ ദീർഘായുസ് ഉണ്ടാകും. അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിലോ നിനക്ക് നന്മ ഉണ്ടാവുകയില്ല, ദീർഘായുസ് ഉണ്ടാവുകയില്ല. കാര്യം ഗൗരവമാണ്. വായിക്കാം. പുറപ്പാട് 20:12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന കാലത്ത് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹമായിക്കൊള്ളണം. അവരുടെ ഉള്ളത്തെ തണുപ്പിച്ചുകൊള്ളണം. ഉള്ള കാലം അപ്പൻ്റെ അമ്മയുടെയും ഹൃദയത്തെ തണുപ്പിക്കണം. അവർക്ക് ആശ്വാസം കൊടുക്കണം. അവരോട് ധിക്കാരമായി സംസാരിക്കരുത്. അവരുടെ ഉള്ളത്തെ വേദനിപ്പിക്കരുത്. അവരോട് കോപിച്ച് സംസാരിക്കരുത്. അവരോട് നീരസപ്പെട്ട് സംസാരിക്കരുത്. ക്ഷമിക്കണം. അവരുടെ നേരെ കൈയോങ്ങരുത്. അവരെ അടിക്കരുത്. അമ്മയെ തള്ളി വീഴിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പല ന്യായങ്ങൾ കാണും. എന്തൊക്കെ അപ്പനും അമ്മയിൽ നിന്നുണ്ടായാലും നിങ്ങൾ ക്ഷമിച്ച് സ്നേഹത്തോടെ സൗമ്യതയോടെ നിങ്ങൾ ചേർന്ന് അണഞ്ഞിരുന്നു കൊള്ളണം. അനുഗ്രഹം കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കാൻ വകയുണ്ടോ? ഓർത്ത് നോക്കൂ. ഓരോരുത്തർക്കും ചിന്തിക്കാൻ വകയുണ്ടോ? ആലോചിച്ച് നോക്കൂ. തെറ്റുകൾ പറ്റിയ രംഗങ്ങൾ എവിടെയെല്ലാം, മാതാപിതാക്കളെ ദ്വേഷിച്ചത് എവിടെയെല്ലാം, മാതാപിതാക്കൾക്ക് ഒരു ബഹുമാനം കൊടുക്കാത്തത് എവിടെയെല്ലാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുൻപ് അപ്പൻ്റെ അനുഗ്രഹമായിക്കൊള്ളണം. മരിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ അനുഗ്രഹമായിക്കൊള്ളണം. മരിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. മരിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ അനുഗ്രഹമായിക്കൊള്ളണം. വീണ്ടും വായിക്കാം. യോഹന്നാന് ശേഷം 4 അധ്യായത്തിൽ നമുക്കൊരു വാക്യം കാണാം. അവിടെ മരിക്കും മുമ്പേ വരയണമേ എന്ന് വിളിക്കുകയാണ്. മരിക്കും മുമ്പേ വരയണമേ. ഒരു രോഗിയായ കുഞ്ഞിൻ്റെ അപ്പൻ വന്ന് വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 4 അധ്യായത്തിൻ്റെ 49 വാക്യം വായിക്കാം. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. പൈതൽ മരിക്കും മുമ്പേ വരയണമേ. അയ്യോ കർത്താവേ, പൈതൽ മരിക്കാറായി കിടക്കുകയാണ്. ആ ഭാഗം മുഴുവൻ വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. 46 വാക്യം മുതൽ വായിക്കാം. 46 വാക്യം മുതൽ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്ത് നിന്ന് ഗലീലയിൽ വന്ന് എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കെ കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. രാജഭൃത്യൻ്റെ മകന് സൗഖ്യം കൊടുക്കണമെന്ന് രാജഭൃത്യൻ വന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പറയാൻ കാരണമുണ്ട്. ഈ കാനാവിൽ ഇതിനു മുൻപ് ഞാൻ വന്നപ്പോൾ പച്ചവെള്ളം വീഞ്ഞായില്ലേ? ഈ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയല്ലോ. ഇപ്പോൾ വീണ്ടും 2ാം പ്രാവശ്യം ഞാൻ കാനാവിൽ വന്നിരിക്കുകയാണ്. അവിടെ അത്ഭുതം കണ്ടതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുക. എല്ലാവരും ഓടിക്കൂടിയിരിക്കുക. അത്ഭുതം കാണാനാണ് വന്നത്. നിങ്ങൾ അടയാളങ്ങൾ അത്ഭുതം കണ്ടിട്ടേ വിശ്വസിക്കുകയുള്ളൂ. കർത്താവ് എന്ത് ചെയ്തു? അടുത്ത വാക്യം. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരമില്ല. കൊച്ചു മരിക്കാറായി കിടക്കുകയാണ്. എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുൻപേ ഒന്ന് വരണമേ. പൈതൽ മരിക്കും മുമ്പേ വരയണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ കേൾക്കൂ. മരിക്കുന്നതിന് മുൻപ് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ജീവനുള്ള ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് അനുഭവിക്കണം. നിങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത് അനുഭവിക്കണം. നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കുന്നത് അനുഭവിക്കണം. ജീവനുള്ള ക്രിസ്തു നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിന് മുൻപ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന അനുഭവിക്കണം. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഈ യേശു വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. അപേക്ഷിക്കാൻ കൊള്ളാകുന്നവനാണ്. യാചിപ്പാൻ കൊള്ളാകുന്നവനാണ്. വിളിച്ചപേക്ഷിക്കാൻ കൊള്ളാകുന്നവനാണ്. നിങ്ങളൊന്ന് വിളിച്ച് അപേക്ഷിച്ച് നോക്കൂ. കർത്താവേ, അയ്യോ വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരമില്ല കർത്താവേ. അത്ഭുതങ്ങളുടെ അടയാളങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ നേരമില്ല. കൊച്ചു മരിക്കാറായി കിടക്കുന്നു. കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ നിർബന്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം കർത്താവ് നിർബന്ധിച്ച് ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും കാര്യം ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കർത്താവേ, ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഈ പാപത്തിൻ്റെ ശാപം എന്നിൽ നിന്ന് മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കോപ സ്വഭാവം ഒന്ന് മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ളതായ അശുദ്ധിയും അഴുക്കൊന്ന് മാറ്റി തരണമേ.
എല്ലാം നീ കണ്ടല്ലോ, നീ അറിയുന്നുണ്ടല്ലോ, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. എൻ്റെ രഹസ്യ ജീവിതമെല്ലാം നിനക്ക് മനസ്സിലായിരിക്കുന്നല്ലോ. എൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ നിനക്കറിയാമല്ലോ. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നുണ്ടല്ലോ. നീ മുഴുവൻ അറിയാത്തൊരു വാക്കുവിന് നാമമേൽ ഇല്ലല്ലോ. എൻ്റെ കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ഒന്ന് മാറ്റിത്തരണമേ. എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണമേ. പാപവും രോഗവും ഒരുമിച്ച് വരുന്നതാണിത്. പാപവും രോഗവും. പാപം മാറുമ്പോൾ രോഗവും മാറും. എല്ലാ രോഗങ്ങളും അല്ല. ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നത് ഇന്നുള്ളതിൽ 60% രോഗങ്ങളും മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ മാറുമെന്നാണ്. മനുഷ്യൻ്റെ സ്വഭാവം മാറുമ്പോൾ ആ രോഗങ്ങൾ മാറുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഡോക്ടേഴ്സ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം, കാര്യങ്ങൾ അറിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മെഡിക്കൽ സയൻസ് പറയുന്നു, ആരോഗ്യശാസ്ത്രം പറയുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇന്നർ ടെൻഷൻസ്, ഇന്നർ കോൺഫ്ലിക്ട്സ്, അന്തസംഘർഷങ്ങൾ, മനസ്സിലെ പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം വേണം പാറാത്ത തലവേദനയ്ക്ക് കാരണം. അതെല്ലാം മൂലം ഇവൻ ക്യാൻസർ പോലും വരുന്നുവെന്ന്. പിരിമുറുക്കങ്ങൾ വരുന്നുകൊണ്ട്, സ്ട്രൈഫ് ആൻഡ് സ്ട്രെസ്, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം വരുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ രോഗം വരുന്നുവെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നതാണ്. അതുകൊണ്ടാണ് ക്യാൻസർ രോഗം വന്നവർ ജീവിതം കർത്താവിന് സമർപ്പിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ അതിൽ അനേകം പേരെ സൗഖ്യം പ്രാപിക്കുന്നത്. അനേകം പേര് സൗഖ്യം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, രോഗസൗഖ്യം ദൈവത്തിൻ്റേതാണ്. ജീവനുള്ള ദൈവം രോഗസൗഖ്യം തരാൻ കഴിവുള്ളവനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അനേകം രോഗങ്ങളും മാറും. കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ, വേഗം വിളിച്ചു കൊള്ളണം. കർത്താവേ, മരിക്കും മുമ്പേ വരണമേ, വേഗം വരണമേ. എൻ്റെ പൈതൽ മരിക്കാറായിരിക്കുന്നു, മരിക്കും മുമ്പേ വന്ന് എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്തെല്ലാം ചോദിക്കാനുണ്ട്? എന്തെല്ലാം ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കാം. കർത്താവേ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം. ഞാൻ എന്തുമാത്രം ആഗ്രഹങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. ദൈവത്തോട് എന്തെല്ലാമാണ് പറഞ്ഞത്, ദൈവത്തോട് എന്തെല്ലാമാണ് പറഞ്ഞ് ചോദിച്ചത്, എന്തെല്ലാമാണ് ചോദിച്ചു വാങ്ങിയത്. ചോദിച്ച് വാങ്ങിയ കാര്യങ്ങളുണ്ട്. സ്തോത്രം. അപേക്ഷിച്ച് വാങ്ങിയ വിഷയങ്ങളുണ്ട്. ശമൂവേൽ ബാലൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്, ഹന്ന ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയ കുഞ്ഞാണ്. മക്കളില്ലാത്തവരില്ലേ? യഹോവയോട് അപേക്ഷിച്ച് വാങ്ങുക. സ്തോത്രം. അയ്യോ, വൈകല്ലേ കർത്താവേ, പ്രായം കൂടിക്കൂടി പോകുന്നു, വൈകല്ലേ, ഒരു കുഞ്ഞിനെ തരണമേ. യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. സ്തോത്രം. ശമൂവേൽ ബാലനെ ഹന്ന ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ്, അപേക്ഷിച്ച് വാങ്ങിയതാണ്. ജോലി ചോദിച്ചു വാങ്ങാം, ഒരു വീട് ചോദിച്ചു വാങ്ങാം. സ്തോത്രം. ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഓഫീസിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ചോദിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം ചെയ്യുന്ന ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. കുടുംബത്തിലെ ശാന്തി ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. ഇന്ന് കുടുംബത്തിൽ അലോഹ്യമുണ്ട്, ഐക്യമില്ല, സ്നേഹമില്ല, പരസ്പരം ഭിന്നതയാണ്. ഇതെല്ലാം മാറ്റിയിട്ട് ഒരു ഐക്യമുള്ള കുടുംബം ചോദിച്ചു വാങ്ങാം, അപേക്ഷിച്ച് വാങ്ങുക. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ചോദിക്കാനുണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരിമാരെ. ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ എന്തെല്ലാം ചോദിക്കുന്നുവോ അത് തരാൻ കർത്താവ് വന്നിട്ടുണ്ട് ഇവിടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വാസ്തവമായി യാചിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരുവാനായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, കർത്താവേ, എൻ്റെ കോപസ്വഭാവം ഒന്ന് മാറ്റി തരണമേ. ചോദിക്കാം നിങ്ങൾക്ക്, കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ അശുദ്ധ വികാരങ്ങളൊന്ന് മാറ്റി തരണമേ, മ്ലേച്ഛ മോഹങ്ങളൊന്ന് മാറ്റി തരണമേ, അരുതാത്ത ചിന്തകളൊന്ന് മാറ്റി തരണമേ, അസൂയയും പകയും വിദ്വേഷൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നൊന്ന് മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ അലസത ഒന്ന് മാറ്റി തരണമേ, എൻ്റെ മടി പിടിച്ചുള്ള സ്വഭാവം മാറ്റി തരണമേ, എൻ്റെ ദുശ്ശീലങ്ങൾ, മദ്യപാനമോ അല്ല കഞ്ചാവോ അതല്ല മയക്കുമരുന്നോ, എന്തായാലും ഈ അശുദ്ധി എല്ലാം മാറ്റി തരണമേ. പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം, അപേക്ഷിച്ച് വാങ്ങാം. കുടുംബകലഹങ്ങൾ മാറ്റിയെടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറ്റാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. ഭാര്യയുടെ കോപാവേശം മാറ്റാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. കർത്താവേ, അയ്യോ വയ്യുന്നല്ല കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ. മരിക്കും മുമ്പേ യേശുവിനെ കണ്ടുമുട്ടണം. മരിക്കും മുമ്പേ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങണം. മരിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് ചോദിക്കാനുള്ളത്? എല്ലാം ഇപ്പോൾ ചോദിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളൊന്നുമല്ല ഈ പറയുന്നത്, ഒരു നിസ്സാര കാര്യങ്ങളുമല്ല പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചാൽ കർത്താവ് തരും. ഒരു കാര്യം മാത്രം, കൈകളെ വെടിപ്പാക്കിക്കൊണ്ട് ചെല്ലുവീൻ. കൈകളെ വെടിപ്പാക്കിക്കൊണ്ട് ചെല്ലും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അകൃത്യം ഹൃദയത്തിലുണ്ടെങ്കിൽ കർത്താവ് കേൾക്കയില്ല. പാവം മാറ്റിയിട്ട് ചെല്ലണം. അകൃത്യം ഹൃദയത്തിലുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല.
ഹൃദയത്തിൽ നിന്ന് പാവം മാറ്റിയില്ലെങ്കിൽ കർത്താവ് നിങ്ങൾ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്തെല്ലാമാണ് പാവം വന്നത്? ഓരോന്നോരോന്ന് കണ്ടുപിടിക്കണം. ഓരോന്നോരോന്ന് കണ്ടുപിടിക്കണം. ഓരോ പാവവും കണ്ടുപിടിച്ചിട്ട് അതിനെ ഓർത്ത് കരയണം. കർത്താവേ, ഞാൻ ബുദ്ധിയില്ലാത്തവനെ പോലെ ജീവിച്ചു. എൻ്റെ കർത്താവേ, ഞാൻ ബോധമില്ലാത്തവളെ പോലെ ജീവിച്ചു. പാപത്തിൽ ഞാൻ വീണുപോയി. ശാപത്തിൻ്റെ കുഴിയിൽ ഞാൻ വീണുപോയി. പാപവും ശാപവും എന്നെ വേട്ടയാടി. എൻ്റെ കരുണയുള്ള കർത്താവേ, ഞാൻ തകർന്നുപോയി, ഞാൻ നശിച്ചുപോയി, എനിക്ക് സമാധാനമില്ല. എൻ്റെ യേശുവേ, ഇന്ന് ഞാനിതാ തിരുമുമ്പാകെ വന്ന് ഒരു കാര്യം എന്നോട് പറയുന്നു: മേലിൽ പാപം ചെയ്യുകയില്ല, ഇനി മേൽ പാപം തൊടുകയില്ല. ഇനി എൻ്റെ യേശു ദുഃഖിക്കുന്നൊന്നും എൻ്റെ ജീവിതം വരികയില്ല. എൻ്റെ ജീവിതം യേശുവിൻ്റെ സ്വഭാവം പോലെയുള്ളതായിരിക്കും. യേശുവിൻ്റെ സ്വഭാവം പോലെ, യേശുവിൻ്റെ കാഴ്ചപ്പാട് പോലെ, യേശുവിൻ്റെ മനോഭാവം പോലെ, യേശുവിൻ്റെ സ്നേഹം പോലെ. യേശുവേ, പരിശുദ്ധ സ്നേഹമുള്ളവനായി ഞാൻ ജീവിക്കും. പരിശുദ്ധ സ്നേഹമുള്ളവനായി ഞാൻ ജീവിക്കും. യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഗതങ്ങളിലുള്ള ദുരുദ്ദേശങ്ങളെല്ലാം ഞാൻ മായ്ച്ചു കളയുന്നു, വേണ്ട എന്ന് വയ്ക്കുന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രം: എനിക്ക് മരിക്കും മുമ്പേ യേശുവിനെ കണ്ടുമുട്ടണം. എനിക്ക് മരിക്കും മുൻപേ എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങണം, പൂർവ്വന്മാരുടെ അനുഗ്രഹം വാങ്ങണം. എനിക്ക് മരിക്കും മുമ്പേ ചില ആവശ്യങ്ങളുണ്ട്, അതെല്ലാം സാധിച്ചുകൊണ്ട് സ്വഭാവം മാറണം. സ്വഭാവം മാറ്റി തരിക. ദൈവത്തിന് സ്തോത്രം. സ്വഭാവം മാറും, കലഹ സ്വഭാവം മാറും. വാശി പിടിച്ച് ദേഷ്യപ്പെട്ട് മരിക്കാൻ പോകുന്ന ആളുകളുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. ദേഷ്യവും വാശിയും വൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നിൽ. അത് പാവമാണ്. അതുകൊണ്ട് ഈ ആത്മഹത്യക്ക് പോകുന്നവർ അവരറിയുന്നില്ല അവർ നാശത്തിലേക്ക്, നരകത്തിലേക്കാണ് പോകുന്നതെന്ന്. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നിരാശ വരരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, നീ എനിക്ക് തരുന്ന ആയുസ് മുഴുവൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സാക്ഷിയായി ഞാൻ ജീവിക്കും. യേശുവിൻ്റെ ഉത്തമ ഭക്തയായി ഞാൻ ജീവിക്കും. ഉത്തമ ഭക്തനായി ഞാൻ ജീവിക്കും. യേശുവേ, നിൻ്റെ പ്രിയ ശിഷ്യനായി ഞാൻ ജീവിക്കും. ഈ ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ വിശുദ്ധിയിൽ ജീവിക്കും. യേശുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. എൻ്റെ കർത്താവേ, ഇത്രയും കാലം പാഴായിപ്പോയി. ഞാൻ നോക്കുമ്പോൾ പാഴായിപ്പോയ കാലങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞ കാലങ്ങൾ, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് ഞാനിത് എൻ്റെ കർത്താവിന് മുമ്പാകെ ഞാനിതാ വന്നിരിക്കുന്നു. അല്ല, എൻ്റെ യേശുവേ, നീ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. എന്നെ തേടി നീ വന്നിരിക്കുന്നു. കാണാതെ പോയി എന്നെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്നെ തേടി യേശുവേ നീ വന്നിരിക്കുന്നു. ഇപ്പോൾ നീ എൻ്റെ നേരെ ഒന്ന് മുഖം തിരിക്കണമേ. കർത്താവേ, എൻ്റെ നേരെ ഒന്ന് നോക്കണമേ. യേശുവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വരുന്നു. ഞാൻ ചില മനോവൈഷമ്യങ്ങളിൽപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ചില മനോവിഷാദങ്ങൾ എനിക്കുണ്ട്, ചില ഭാരങ്ങൾ എനിക്കുണ്ട്, ചില ആങ്സൈറ്റീസ്, ചില ഉത്കണ്ഠകൾ എനിക്കുണ്ട്. ചില ഭയപ്പാടുകൾ എനിക്കുണ്ട്. കർത്താവേ, നാളെ ഓർത്തുള്ള ചില ഭയപ്പാടുകൾ, ഭീതികൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇതെല്ലാമായി ഞാനിത് വരികയാണ്. എൻ്റെ ഭീതികളോടും ഭയങ്ങളോടും എല്ലാ ദുസ്വഭാവങ്ങളോടും കൂടി ഞാൻ വരികയാണ്. ദുശ്ശീലങ്ങളോട് വരികയാണ്. എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു ക്രിസ്തു കുരിശിൽ ജയമെടുത്തവനാണ്. കുരിശിൽ യേശു തൻ്റെ ശരീരം കുരിശിൽ അർപ്പിച്ചതുകൊണ്ട് അവനിക്ക് ജയം നേടി തന്നിരിക്കുന്നു. ക്രൂസിൽ ജയമുണ്ട്. ക്രൂസിൽ മരണത്തിൻ്റെ മേൽ ജയമുണ്ട്. ക്രൂസിൽ പാപത്തിൻ്റെ മേൽ ജയമുണ്ട്. ക്രൂസിൽ കോപത്തിന് മേൽ ജയമുണ്ട്. ക്രൂസിൽ രക്തത്തിൽ പാപമോചനമുണ്ട്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിരാശകൾ മാറ്റിത്തരണമേ. എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറ്റിത്തരണമേ. എൻ്റെ ജീവിതത്തിലെ ആകുലങ്ങൾ മാറ്റിത്തരണമേ. കർത്താവേ, നിനക്കറിയാമല്ലോ എൻ്റെ ശരീരത്തിൽ ചില രോഗങ്ങളുണ്ട്. നാഥാ, നീ അറിയുന്നുണ്ടല്ലോ. നീ അറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. കർത്താവേ, ഇപ്പോൾ നീ തൃക്കരം നീട്ടി എൻ്റെ രോഗമുള്ള ഭാഗത്ത് തൊടണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശരീരത്തിൽ രോഗമുള്ള ഭാഗം കർത്താവേ, നിനക്കറിയാമല്ലോ. രോഗം ബാധിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ. ആ രോഗത്തിൻ്റെ ആദ്യ കാരണവും നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ രക്തത്തിലെ പ്രശ്നം എന്താണെന്ന് നീ അറിയുന്നുണ്ടല്ലോ. കർത്താവേ, ഇപ്പോൾ തൃക്കരം നീട്ടി എൻ്റെ കർത്താവേ, രോഗമുള്ളിടത്ത് നിൻ്റെ ആണിപ്പാടുകരെ ഒന്ന് വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ചോദിക്കാം ദൈവത്തോട്. ദൈവത്തെ അപേക്ഷിച്ച് വാങ്ങാം. സൗഖ്യം അപേക്ഷിച്ച് വാങ്ങാം. സമാധാനം അപേക്ഷിച്ച് വാങ്ങാം. നിങ്ങൾക്ക് ഈ ജീവിതത്തിലെ സൗകര്യങ്ങൾ അപേക്ഷിച്ച് വാങ്ങാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. എല്ലാം ചോദിച്ചു വാങ്ങാം. എല്ലാം തരാൻ യേശു വന്നിട്ടുണ്ട്. എല്ലാം തരുന്ന യേശു. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രോഗസൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രോഗശമനത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ്, തീയായ ആത്മാവ് വന്ന് നിങ്ങളുടെ മേൽ തൊടുവാൻ ഇതാ നിങ്ങളുടെ നേരെ കിനിഞ്ഞു വരുന്ന ഇറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ അലസരായിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേറെ ആരും നോക്കണ്ട, വേറെ ആരും കാണണ്ട. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈ വയ്ക്കാവുന്ന ഭാഗമാണെങ്കിൽ അവിടെ നിങ്ങളുടെ കരം വയ്ക്കൂ. അല്ല, നിങ്ങൾക്ക് ഓർമ്മയിൽ വരുത്തിക്കൊണ്ട്, നിങ്ങൾ ഓർത്തുകൊണ്ട്, എവിടെയാണ് രോഗമെന്ന് ഓർത്തുകൊണ്ട്, നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവ് പറയണം: കർത്താവേ, എൻ്റെ രോഗമുള്ള ഭാഗത്ത് നിൻ്റെ കരം വയ്ക്കണമേ. കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ. കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഈ രോഗം
രോഗത്തിന് എനിക്ക് സൗഖ്യം തരണമേ, ഹല്ലേലൂയ. നേടേണ്ടത് നേടിയിട്ട് കടന്നു പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ, ഹല്ലേലൂയ. അപ്പൻ്റെ വേണ്ടി അനുഗ്രഹം വാങ്ങിയിട്ട് പോകാൻ ഭാഗ്യം തരണമേ. മരിക്കുന്നതിന് മുൻപ് എൻ്റെ യേശുവിനെ കണ്ടുമുട്ടി എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ച് യേശു തരുന്ന സമാധാനം അനുഭവിച്ച് കടന്നു പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവേ, ഇന്നിതാ ഞാൻ നിൻ്റെ അടിമയായി വന്നിരിക്കുന്നു. ഇന്നിതാ ഞാൻ നിൻ്റെ ദാസനായി വന്നിരിക്കുന്നു, ദാസിയായി വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ നിൻ്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നാഥാ, തൃക്കരവും നീട്ടണമേ, നിൻ്റെ ആണിപ്പാളകരവും നീട്ടണമേ. ആ തിരുരക്തമുരുടെ കരം എൻ്റെ നേരെയോ നീട്ടണമേ. എൻ്റെ രോഗമുള്ള ഭാഗത്ത് കർത്താവേ നിൻ്റെ കരമൊന്ന് വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലങ്സിൽ രോഗമുള്ളവർ, ഹല്ലേലൂയ. ലിവറിൽ, കരളിൽ രോഗമുള്ളവർ, ഹല്ലേലൂയ. രക്തത്തിൽ പ്രവാഹത്തിന് തടസ്സമുള്ളവർ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, ദൈവത്തിന് സ്തോത്രം. അല്ല, യൂട്രസിലെ മുഴയുള്ളവർ, ഫൈബ്രോയിഡ് ഉള്ളവർ, അതല്ല ഓവറീസിൽ സിസ്റ്റുള്ളവർ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ പ്രയാസം? ആസ്മാ രോഗമുള്ളവർ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് രോഗമാകട്ടെ, രോഗവും ശാപവും മാറ്റുവാനാണ് ക്രിസ്തു ക്രൂസിൽ മരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപം മാറുമ്പോൾ രോഗവും മാറും. വിശ്വസിക്കുക, യേശുവിൻ്റെ കാര്യങ്ങളെ നിങ്ങൾ കൊടുക്കുക. ഒട്ടും സംശയിക്കാതെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വാക്ക് പറയുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ദൈവത്തിന് സ്തോത്രം. ലജ്ജിക്കേണ്ട, സംശയിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ വിശ്വസ്തരുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. അനുസരിച്ചവരുടെ മേൽ ആത്മാവ് വ്യാപരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ വിശ്വസിച്ച് വന്നവർക്ക് രോഗസൗഖ്യം നൽകിയതിനായി സ്തോത്രം. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമേ. നിത്യ സ്വർഗത്തിലെത്തുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ ആ കൂട്ടത്തിൽ പറന്നു ഉയരാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.